ക്ലാസ് 10 CBSE ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് ആണ്. നമുക്ക് ആദ്യമേ നാച്ചുറൽ നമ്പർ, വോൾ നമ്പർ, റാഷണൽ നമ്പർ, ഇറേഷണൽ നമ്പർ, ഫൈനലാണ് റിയൽ നമ്പർ വരുന്നത്. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 അങ്ങനത്തേതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആ നമ്പേഴ്സിന്റെ കൂടെ ഒരു സീറോയും കൂടി എക്സ്ട്രാ വരുവാണെങ്കിൽ അത് എന്തായിട്ട് മാറി? വോൾ നമ്പേഴ്സ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ മുതൽ ഇതുള്ളത് നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ വരുന്നത് വോൾ നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവും പോസിറ്റീവ് നമ്പേഴ്സും സീറോയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സ് ആയ -1, -2, -3 അങ്ങനത്തെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻറ്റീജേഴ്സ്. ഇനി ഈ ഇൻറ്റീജേഴ്സിന്റെ കൂടെ നമ്മൾ ഫ്രാക്ഷൻസ് ആയ 2/3, 1/3 അല്ലെങ്കിൽ 1/5 ഇതെല്ലാം കൂടി ചേരുന്ന കളക്ഷനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റാഷണൽ നമ്പേഴ്സ് നമ്മൾ ക്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ റാഷണൽ നമ്പേഴ്സിന്റെ കൂടെ വേറെ നമ്പേഴ്സ് ആയ ഈ റൂട്ട്, പ്രൈം നമ്പേഴ്സിന്റെ റൂട്ട് വരിക, √2, √3, √5 ഇതിനെയൊക്കെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ എല്ലാ നമ്പേഴ്സിന്റെയും കൂടി ഒരുമിച്ചുള്ള കളക്ഷൻ നമ്മൾ വിളിക്കുന്നതാണ് റിയൽ നമ്പേഴ്സ്. നമുക്ക് അറിയാവുന്ന എല്ലാ നമ്പേഴ്സും കൂടി ഒരുമിച്ച് വരുന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ റിയൽ നമ്പേഴ്സിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ക്യൂ എന്താവാൻ പാടില്ല? നോട്ട് ഈക്വൽ ടു 0. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറാണ്. ഇത് നമ്മുടെ ക്ലാസ് 10 CBSE തവണത്തെ എക്സാമിനൊക്കെ ഉള്ളതാണ്. അതിലെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഈ വർഷത്തെ CBSEയിലെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നേക്കണതിലെ ചാപ്റ്റർ 1 ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നമുക്ക് ഏതൊരു നമ്പറിനെ കിട്ടിയാലും അതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫാക്ടർ തിയറം ആണ്, ഫാക്ടർ ട്രീ മെത്തേഡാണ്. ഇപ്പൊ 32,716 ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 16,318 എഴുതാം. ഇത് വീണ്ടും ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 × 8,119 എഴുതാം. അത് വീണ്ടും ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 × 4,095 എന്ന് എഴുതാം. ഇനി ഇതിന് 95ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് അത് ഡിവിസിബിൾ ബൈ 5 ആണ്. അതുപോലെ തന്നെ ഈ നമ്പേഴ്സ്, ഈ ഓരോ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുവാണ് ചെയ്യുന്നത്. 9 + 9 18. 18 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ ഇതിനെ 3 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ആണ്. അപ്പൊ 3 × 1365 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ 1 + 3 4, 4 + 6 10, 10 + 5 15. 15ഉം 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളതുകൊണ്ട് അതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ 455ല് 4 + 5 9, 9 + 5 ചെയ്യുമ്പോൾ നമുക്ക് ഡിവിസിബിൾ ബൈ 3 അല്ല കിട്ടണം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് 5 നോക്കുക. അപ്പൊ വീണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 5ഉം 91ഉം ആയിട്ട് എഴുതാം. 91 7ന്റെ ടേബിളിലാണ് തന്നെ, അല്ലെങ്കിൽ 13ന്റെ ടേബിളിൽ വരും. അപ്പൊ അതിനെ 7ഉം 13ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് പ്രൈം നമ്പേഴ്സ് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഫാക്ടർ ട്രീ മെത്തേഡ് കണ്ടിന്യൂ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കണം. അപ്പം 32,716 നമുക്ക് 2കളുടെ പവേഴ്സ് 3യുടെ 5ന്റെ 7ന്റെ 13ന്റെ പവർ ഒക്കെ ആയിട്ട് എഴുതാൻ പറ്റും. ഇതിൽ എത്ര 2s ഉണ്ട് നോക്കുക. മൊത്തം 3 2s ആണുള്ളത്. അപ്പൊ 2⁻³ എത്ര 3s ഉണ്ട്? 2 3s ആണുള്ളത്. അപ്പൊ അതിന് 3² എഴുതാം. പിന്നെ 5 × 7 × 13 എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫണ്ടമെന്റൽ തിയറം പറയുന്നത് എവരി കോമ്പോസിറ്റ് നമ്പർ, ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യൂണിക്. ഇതിന് ഇങ്ങനെ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യണതിന് കുഴപ്പമില്ല. അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ. ഇതിന്റെ പ്രൈം ഫാക്ടർ ഒക്കർ ചെയ്യേണ്ട ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. വേണമെങ്കിൽ 13 ആദ്യം എഴുതാം, പിന്നെ 7 എഴുതാം, പിന്നെ 2 എഴുതാം. അതൊന്നും എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ കൂടെ വേറെ ഒരു എക്സ്ട്രാ നമ്പർ നമുക്ക് ഇനി ചേർക്കാൻ പറ്റില്ല. × 2 × 3 ഒന്നും ചേർക്കാൻ പറ്റില്ല. അതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. പിന്നെ ഇത് വേറെ രീതിയിൽ കൂടി ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് അത് ഒരേ രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഈസ് യൂണിക്.
എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. വേണമെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യാം, ഫാക്ടേഴ്സ് മാറ്റാം. അതേ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ്. ഈ ഇതിലെ എക്സാമ്പിൾസ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യണുള്ളൂ. കൺസിഡർ ദ നമ്പേഴ്സ് 4 raised to n where n is a natural number. Check whether there is any value of n for which 4 raised to n ends with the digit 0. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റിൽ എപ്പോഴെങ്കിലും 4ന്റെ എത്രയെങ്കിലും പവർ 4 × 4 × 4 × എന്ന് എഴുതി പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇതിന്റെ ആൻസറിൽ 0 എന്ന് പറയുന്നത് 1 വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 4 × 4 16. 16ൽ ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്നില്ല. 16 × 4 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്നില്ല. അങ്ങനെ എപ്പോഴെങ്കിലും എഴുതുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 4ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുക. 4ന് നമുക്ക് 2 × 2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 raised to 2 ആണ്. 4ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 4 raised to n നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to 2n എന്ന് എഴുതാൻ പറ്റും. ഇപ്പം നമ്മൾ 10 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുവാന്നിരിക്കട്ടെ. 10 എന്ന് പറയുന്നത് 2 × 5 ആണ്. 20 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ എങ്ങനെയാണ്? 2 × 2 × 5 ആണ് വന്നത്. ഇനി അടുത്തത് ഈ ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്ന നമ്പേഴ്സ് നോക്കുക. 30 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്താലോ, അതിൻ്റെ അകത്ത് വരുമ്പോൾ 2 × 3 × 5 എന്നാണ് വന്നത്. അപ്പൊ ഇതിൽ ഇത്രയും നമ്പേഴ്സ് എഴുതിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 2 × 5 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും കോമൺ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്ന ഏത് നമ്പർ എടുത്താലും അതിൻ്റെ അകത്ത് 2 × 5 ഉണ്ട്. ഇപ്പോൾ 40 എന്ന് പറയുന്ന നമ്പർ എടുക്കുവാണെങ്കിൽ 2 × 2 × 2 × 5 അതിലും 2 × 5 ഉണ്ട്. ഇനി ഏത് നമ്പർ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? 2 × 5 കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കണം? 2 ഉണ്ടായിരിക്കണം, 5 ഉണ്ടായിരിക്കണം. പക്ഷേ 4 raised to n എന്തില്ല? 5 ആയിട്ട് പ്രോഡക്റ്റ് ഓഫ് 5 ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എത്ര 4 raised പവർ എടുത്താലും ലാസ്റ്റ് ഡിജിറ്റിൽ എന്തുണ്ടാവില്ല? 0 ഉണ്ടാവില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. 4 raised to n ലാസ്റ്റ് ഡിജിറ്റിൽ 0 വരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തുകൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം? 5 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അതിൻ്റെ അകത്ത് പ്രൈം നമ്പർ 5 ഉണ്ടായിരിക്കണം. പക്ഷേ 4 raised to n എന്ന് പറയുന്നത് 2 raised to 2 raised to n ആണ് വന്നത്. ഇതിൻ്റെ അകത്ത് എന്തില്ല? 5 ഇല്ല. അപ്പം ഇതിൻ്റെ അകത്ത് 2 എന്ന് പറയുന്ന ഒരേ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അത് കാരണം നമുക്ക് ഇതിനെ എന്തായിട്ട് എഴുതാൻ പറ്റില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൽ ഒരിക്കലും 0 വരില്ല. ഇനി എക്സാമ്പിൾ 2 പറയുന്നത് LCM-ഉം HCF-ഉം 6ന്റെയും 20യുടെയും LCM-ഉം HCF-ഉം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ LCM-ഉം HCF-ഉം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 6, 20 രണ്ട് ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3, 10. ഇതിൽ കോമൺ ആയിട്ട് ആരുമില്ല. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഈ രണ്ട് നമ്പറിൻ്റെ HCF 2 ആണ്. കാരണം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്പറാണ് HCF എന്ന് പറയുന്നത്. ഇനി LCM കണ്ടുപിടിക്കാൻ ലാസ്റ്റ് 1 വരുന്നത് വരെ ചെയ്യാം. 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, പിന്നെ 10 ആണ് കിട്ടുന്നത്. പിന്നെ 2 എടുക്കുക, വീണ്ടും 1 കൊണ്ട് ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ 5, വീണ്ടും 5 എടുക്കുക, ലാസ്റ്റ് 1 കിട്ടി. അപ്പോൾ 2 എത്ര ഉണ്ട്? 2 ഉണ്ട്. 2 raised to 2 × 3 raised to 1 × 5 raised to 1. LCM എന്ന് പറയുന്നത് 2, HCF എന്ന് പറയുന്നത് 2, LCM എന്ന് പറയുന്നത് എത്രയാണോ വന്നത്. ഇനി നമ്മളൊരു ഫോർമുലയിലേക്ക് എത്തുവാണ്, ഇക്വേഷൻ വരുവാണ്. നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF-ഉം LCM-ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പം HCF എന്ന് പറയുമ്പോൾ 6ഉം 20 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 6 എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 6 ആയിട്ട് എടുക്കുക, B എന്ന് പറയുന്നത് 20 ആയിട്ട് എടുക്കുക. അപ്പോൾ 6 × 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. ഈ ആൻസർ തന്നെയായിരിക്കും LCM × HCF ചെയ്യുമ്പോൾ. 2 × 2 4, 4 × 3 12, 12 × 5 60. 60 × 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 120 കിട്ടും. ഇതും HCF × LCM എത്ര തന്നെ കിട്ടും? 120 കിട്ടും. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എത്ര കിട്ടും? 120 കിട്ടും. അപ്പോൾ ഇത് രണ്ടും എന്തായി? ഈക്വൽ. അപ്പോൾ LCM-ഉം HCF-ഉം ഇതിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ എത്തുവാണ്. ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റീജർ എയും ബിയും എടുത്തു കഴിഞ്ഞാലും HCF × LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? A × B ആയിരിക്കും വന്നത്. ഇതുപോലെ തന്നെയാണ് എക്സാമ്പിൾ 3യും വന്നത്. Find the HCF of 96 and 404 by prime factorization method. Prime factorization method വെച്ച് ഇതിൻ്റെ LCM HCF കണ്ടുപിടിക്കുക.
HCF കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ HCF ഓഫ് 96 and 404 ബൈ പ്രൈം ഫാക്ടറൈസേഷൻ. ഹെൻസ് ഫൈൻഡ് ദ LCM. ഇവിടെ ഹെൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ അർത്ഥം വന്നത്? ഇതിൽ നിന്ന് വേണം നമുക്ക് LCM കണ്ടുപിടിക്കാൻ, അല്ലാതെ ഇത് സോൾവ് ചെയ്ത LCM അല്ല കണ്ടുപിടിക്കുന്നത്. അപ്പൊ 96ഉം 404ന്റെയും എന്ത് ചെയ്യാം, HCF കണ്ടുപിടിക്കുക. 96 ഇൻറ്റു 404 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും വീണ്ടും ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 24ഉം 101. അപ്പൊ ഇത് രണ്ട് സെപ്പറേറ്റ് നമ്പറായി. അപ്പൊ HCF എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടണേ? 2 ഇൻറ്റു 2 4 ആണ് കിട്ടും. ഇനി 96 ഇൻറ്റു 404 ചെയ്യാം. 96 ഇൻറ്റു 404 അല്ലെങ്കിൽ നമ്മൾ LCM കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ എഴുതാം. LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് 96 ഇൻറ്റു 404. HCF 4 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ LCM ടൈംസ് 4 ഈക്വൽ ടു 96 ഇൻറ്റു 404. ഈ മൾട്ടിപ്ലിക്കേഷൻ 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 96 ഇൻറ്റു 404 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഇതങ്ങ് ക്യാൻസൽ ചെയ്തേച്ചാൽ മതി. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9696 എന്ന് കിട്ടും. അപ്പൊ LCM എന്ന് പറയുന്നത് നമുക്ക് എത്രയാന്ന് കിട്ടും? 9696 ആണ് ആൻസർ വരുന്നത്. അപ്പൊ എക്സാമ്പിൾ 3 നോക്കുക. ഇനി അടുത്തത് എക്സാമ്പിൾ 4. ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് 672 120 യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ. ഇത് 3 നമ്പേഴ്സ് ആണ് വന്നേക്കുന്നത്. 3 നമ്പേഴ്സിന് ഇത് ട്രൂ ആയിരിക്കില്ല. 2 നമ്പേഴ്സിന് മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റൂ. ഇവിടെ HCF കണ്ടുപിടിക്കാൻ നേരത്ത് 3 നമ്പേഴ്സിന്റെ ഒരുമിച്ച് HCF എടുക്കാൻ നേരത്ത് നമുക്ക് കിട്ടണത്, ഇതിനെല്ലാത്തിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 3, ഇവിടെ വരുമ്പോൾ 36, ഇവിടെ വരുമ്പോൾ 60. എല്ലാത്തിലും 3 കോമണ. വീണ്ടും 3 കൊണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടണം. അപ്പൊ ഇതിൽ നിന്ന് ആരും പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പം HCF 6 ആണ് കിട്ടും. LCM നമുക്ക് ചെയ്യാൻ നേരത്ത് 360 ആണ് കിട്ടും. പക്ഷെ 6 ഇൻറ്റു 72 ഇൻറ്റു 120 ചെയ്യുമ്പോൾ നമുക്ക് എന്തൊന്നും കിട്ടില്ല? HCF ഇൻറ്റു LCM ആണ് കിട്ടൂല. അപ്പം ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. പ്രോഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ അല്ല? HCF ഇൻറ്റു LCMനോട് ഈക്വൽ അല്ല. ആ കേസിൽ ഇത് ട്രൂ അല്ല. ഇത് ട്രൂ ആവുന്നത് ആകെ 2 നമ്പേഴ്സ് മാത്രം ഉണ്ടെങ്കിലേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എക്സസൈസ് 1.1 അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു. കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അടുത്ത ഓരോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും. താങ്ക് യു.